രാധാനഗർ ബീച്ച് കണ്ട് ഇനി അടുത്ത കാലാപത്തർ ബീച്ച് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴാണ് നല്ല മഴ പെയ്തത്. രാധാനഗർ ബീച്ചിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ വെയിറ്റിംഗ് ആണ് മഴ കുറയാൻ വേണ്ടി. സമ്മ ലൊക്കേഷൻ आगे जाओ आगे जाओ. അങ്ങനെ ഞങ്ങൾ കാലാപത്തർ ബീച്ചിലെത്തി. ഇപ്പോൾ ഹാവലോക്ക് ജെട്ടിയിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ ഉണ്ടോ ഇങ്ങോട്ട് ദൂരം. ഞങ്ങളിവിടെ വന്നപ്പോൾ ഇവിടെ ആളുകളൊന്നുമില്ല കേട്ടോ. ഒരു തിരക്ക് കുറഞ്ഞൊരു ബീച്ചാണ്. പിന്നെ ആളുകൾ കൂടുതൽ കാലത്താണ് കേട്ടോ. എന്ന് വെച്ചാൽ സൂര്യോദയം കാണാൻ പറ്റിയൊരു ബീച്ചാണ്. പിന്നെ പ്രധാന ആകർഷണം പറഞ്ഞ ഒരു വെള്ളമണലാണ്, തെളിഞ്ഞ നീല ജലമാണ്. അത് നമ്മളെ ക്ലൈമറ്റ് അനുസരിച്ചിട്ടായിരിക്കും. പിന്നെ ഇടയിലിടയിൽ കറുത്ത പാറകളൊക്കെ കാണുന്നുണ്ട്. ഈ ബീച്ചിന് കാലാപത്തർ എന്ന് ഒരു പേര് വരാൻ കാരണം ഇതിൻ്റെ അർത്ഥം കറുത്ത പാറ എന്നാണ്. അപ്പോൾ ഈ ബീച്ചിൽ അവിടെ ഇവിടെ ആയിട്ട് കുറേ കറുത്ത പാറക്കൂട്ടങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു പേര് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഈ ഒരു പാറക്കൂട്ടം മാത്രമേ ഉള്ളൂ ഈ ബീച്ചിൽ. ഇത് കാണാനാണ് ഇത്ര ദൂരം വന്നത്.